എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് റാലിക്ക് ശേഷം എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഈസ്റ്റർ ആഘോഷിച്ച് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷനിലായിരിക്കും ഇരിക്കുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാനും ഈ ആഴ്ച മാർക്കറ്റിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ പോഡ്കാസ്റ്റുകളെല്ലാം തന്നെ ഞാൻ ഇത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ നൽകിയിരുന്നു. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് ഒരു ടേക്ക് ഓഫ് സ്റ്റേജിലാണ്, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡേയ്സ് ആണ് നമുക്ക് മുന്നിലുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നു. അതിനെ വിൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റാലിയാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിലത്തെ 3 ട്രേഡിംഗ് ഡേയ്സിലും ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 4.5% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമോഡിറ്റി ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് റെക്കോർഡ് ലെവലിൽ തന്നെയാണ് വീക്കിലി ക്ലോസിങ്ങും ഗോൾഡിൻ്റെ. അതോടൊപ്പം തന്നെ ഗോൾഡിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഗോൾഡിൽ ഉണ്ടാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ് പോലുള്ള എല്ലാ റിസർച്ച് ഹൗസുകളും പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ വർഷം അവസാനത്തോടു കൂടി ഗോൾഡിൻ്റെ പ്രൈസ് $3,880 പെർ ഔൺസ് വരെ ഉയർന്നേക്കും. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ താരിഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ $4,500 വരെ ഈ വർഷം ഗോൾഡിൻ്റെ പ്രൈസ് ഉയർന്നേക്കാന്നുള്ള ഒരു പ്രഡിക്ഷനാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ലോസൊക്കെ വളരെ പോസിറ്റീവാണ്. ഒപ്പം ഞാൻ തന്നെ മുമ്പ് നിങ്ങൾക്ക് ഡാറ്റയൊക്കെ തന്നിരുന്നു. ഗോൾഡ് നമുക്കിനി എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള രീതിയിൽ മൈൻ ചെയ്തെടുക്കാവുന്നത് 54,770 ടണ്ണാണ്. 2025 ഡിസംബറോടുകൂടി അതിൽ നിന്ന് 3,650 ടണ്ണും കൂടി മൈൻ ചെയ്ത് പുറത്തേക്ക് പോരും. അങ്ങനെ വരുമ്പോൾ 2040-41 കൂടി ഓരോ വർഷവും 3,650 ടൺ വീതം മൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ അടിയിലുള്ള ബാലൻസ് റിസർവും കൂടി ഇല്ലാതാവും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഡിമാൻഡ് ആൻഡ് സപ്ലൈ മിസ്മാച്ച് വരുമ്പോഴാണ് ഒരു യൂഫോറിയൊക്കെ ഗോൾഡ് പ്രൈസിലുണ്ടാവാൻ പോകുന്നത്. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഡാറ്റയൊക്കെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരുന്നു. അടുത്ത വർഷങ്ങളിൽ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഗോൾഡിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഡാറ്റയും മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഗോൾഡിൻ്റെ ഇതുവരെയുള്ളൊരു കണക്കുകളൊക്കെ വെച്ച് പല കാര്യങ്ങളും വിലയിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഡേയ്സ് തന്നെയാണ് ഗോൾഡിന് മുന്നിലുള്ളത്. അതുകൊണ്ട് ഗോൾഡ് പ്രൈസ് താഴെ വരുന്ന അവസരങ്ങളിൽ വീണ്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നത് നല്ലൊരു ഡിസിഷൻ തന്നെയായിരിക്കുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഗോൾഡിൻ്റെ ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഏപ്രിൽ 6 അവസാനിക്കുമ്പോൾ 821 കോടി ജനങ്ങളാണ് ഗ്ലോബലി ഉള്ള പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ. നമ്മൾ ടോട്ടൽ ടൺസ് ഗോൾഡ് ഇതുവരെ മൈൻ ചെയ്തെടുത്തിട്ടുള്ള 2,16,265 ടണ്ണാണ് ഡിസംബർ 24 വെച്ച് നോക്കുകയാണെങ്കിൽ, അതായത് 2024 ഡിസംബറിൽ. അപ്പോൾ ആളോഹരി ഗോൾഡ് നോക്കുകയാണെങ്കിൽ 26.33 ഗ്രാമേ ഉള്ളൂ ഒരു മനുഷ്യൻ പെർ ക്യാപിറ്റ ഗോൾഡ് നോക്കുകയാണെങ്കിൽ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ഗോൾഡിൻ്റെ റിസർവ് കുറഞ്ഞുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റിസർച്ച് ഡാറ്റകളൊക്കെ പുറത്തു വരിക, പബ്ലിക്കിൻ്റെ ഇൻട്രസ്റ്റ് കൂടുക. ഒപ്പം നമ്മൾ 25 വർഷത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇക്വിറ്റിയേക്കാളെല്ലാം തന്നെ ഏറ്റവും ബെറ്റർ റിട്ടേൺ നൽകിയിട്ടുള്ളത് ഗോൾഡ് തന്നെയാണ്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് നമുക്കൊരു പെർസെപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, ഡിവിഡൻഡ് പേ ചെയ്യാത്തൊരു കമോഡിറ്റി അല്ലേ, അപ്പോൾ ഗോൾഡ് മുന്നേറുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ പല റിസർച്ച് അനലിസ്റ്റുകളും മുമ്പും പറയാറുണ്ട്. പക്ഷേ
ഞാൻ വളരെ കാലമായിട്ട് ഗോൾഡിന് വേണ്ടി വാദിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അടുത്ത വർഷങ്ങളിലും ഗോൾഡ് വീണ്ടും വലിയ രീതിയിൽ മുന്നേറുമെന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ഒപ്പം ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കാൻ പോകുന്ന പല പരിഷ്കാരങ്ങളും വീണ്ടും ഗോൾഡിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ മാർ എ ലാഗോ അക്കോർഡാണ്. മാർ എ ലാഗോ അക്കോർഡ് എന്ന് പറയുന്ന അക്കോർഡ് ഗവൺമെൻറ്റിൻ്റെ ട്രംപിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളൊരു അക്കോർഡാണ്. മാർ എ ലാഗോ എന്ന് പറയുന്നത് ഒരു റിസോർട്ടിൻ്റെ പേരാണ്, ട്രംപിൻ്റെ റിസോർട്ടാണിത്. ഇത് ഫ്ലോറിഡയിലുള്ള ഒരു റിസോർട്ടാണ്. മാർ എ ലാഗോ എന്ന് പറയുന്നതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ സീ ടു ലേക്ക്, അതായത് കടലിൽ നിന്ന് ലേക്കിലേക്ക് അല്ലെങ്കിൽ ലേക്കിൽ നിന്ന് കടലിലേക്ക് എന്നുള്ള അർത്ഥം എന്ന് വരും. അപ്പോൾ ഈ ഐലൻഡിൽ ഇരുന്നിട്ടാണ് ട്രംപ് വലിയ രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാർ എ ലാഗോ അക്കോർഡ് എന്ന് പറയുന്നത്. ഈ മാർ എ ലാഗോ അക്കോർഡിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കൻ ഡോളറിനെ വീക്കൻ ചെയ്ത് നിർത്തുക, അതുപോലെ തന്നെ അമേരിക്കൻ മാനുഫാക്ചറിങ് സെക്ടറിനെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആക്ഷൻസ് ആയിട്ട് മുന്നോട്ട് പോകുക, അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ട്രഷറി ബോണ്ടുകൾ 30 കൊല്ലത്തെയൊക്കെ ബോണ്ടുകൾ തിരിച്ചു വാങ്ങി 100 വർഷത്തെ പെർപെച്വൽ ബോണ്ടുകൾക്ക് കൊടുക്കുക, ഒപ്പം ബോണ്ടുകളുടെ ഈൽഡ് 1% കുറയ്ക്കുക, താരിഫ് ഏർപ്പെടുത്തുക, ഒപ്പം G7 കൺട്രികൾക്ക്, മിഡിൽ ഈസ്റ്റ് കൺട്രികൾക്കൊക്കെ സെക്യൂരിറ്റി നൽകി അമേരിക്കൻ മാർക്കറ്റിൽ എൻട്രി നൽകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മാർ എ ലാഗോ അക്കോർഡിലുള്ളത്. അതോടൊപ്പം തന്നെ ഒരു സോവറിൻ ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് യൂറോ, ജാപ്പനീസ് യെൻ, ചൈനീസ് യുവാനൊക്കെ വാങ്ങി എപ്പോഴും ഡോളറിനെ വീക്കൻ ചെയ്ത് നിർത്താനുള്ള ഒരു അക്കോർഡാണ് മാർ എ അക്കോർഡ്. ഈ അക്കോർഡ് പ്രകാരം ആക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നെഗറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആവാൻ പോകുന്ന ഡോളറാണ്. ഡോളറിൻ്റെ സേഫ് ഹെവൻ പരിവേഷം മാറും. തീർച്ചയായിട്ടും മറ്റൊരു സേഫ് ഹെവൻ ആയിട്ടുള്ളൊരു കമോഡിറ്റി കാലങ്ങളായിട്ടുള്ളത് ഗോൾഡാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൽ വീണ്ടും വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്തരത്തിലുള്ളൊരു അക്കോർഡ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നുള്ളൊരു കാര്യമാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നല്ല ഡേയ്സ് തന്നെയാണ് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ തീരുമാനങ്ങൾ ഗോൾഡിന് പോസിറ്റീവാണ്. ചൈന മുമ്പ് എക്സ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നേടിയിരുന്നത് സ്വന്തം കറൻസി വീക്കൻ ചെയ്ത് നിർത്തി എക്സ്പോർട്ടിൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയായിരുന്നു. അത്തരത്തിലുള്ളൊരു കാര്യം തന്നെയാണ് അമേരിക്കയും പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീക്കൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ, ഡോളർ വീക്കൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാഷ്വാലിറ്റി ആയിട്ട് മാറാൻ പോകുന്നതും ഡോളറും ട്രഷറിയും തന്നെയാണ്. 28.6 ട്രില്യൺ ഡോളറാണ് ട്രഷറി ഉള്ളത്. ആ ട്രഷറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ജപ്പാനും ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ്. ഫസ്റ്റ് നിൽക്കുന്നത് ജപ്പാനാണ്. 1.29 ട്രില്യൺ ഡോളർ വർത്ത് ട്രഷറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സെക്കൻഡ് നിൽക്കുന്നത് ചൈനയാണ്. അറൗണ്ട് 790 ബില്യൺ ഡോളർ വർത്ത് ട്രഷറിയിൽ ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡോളർ വീക്കൻ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഗോൾഡിനെ സംബന്ധിച്ചിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അമേരിക്കയിലത്തെ മൈനിങ് ഡിസിഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൈനിങ് അപ്രൂവൽ ഡിസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള മൈനിങ്ങിനൊക്കെ അപ്രൂവൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ തന്നെ BHP അതുപോലെ തന്നെ റിയോ ടിൻഡർ അണ്ടറിലുള്ള കോപ്പർ മൈൻ 10-15 വർഷമായിട്ട് അമേരിക്കയിൽ ഇതിന് അപ്രൂവൽ കിട്ടാതെ കിടക്കുകയാണ്. കാരണം നമ്മളെപ്പോലെ തന്നെ പ്രകൃതി സ്നേഹികൾ അമേരിക്കയിലും ഉണ്ട്. അവർ ഒപ്പോസ് ചെയ്തുകൊണ്ട് നിർത്തിയിട്ടുള്ള കാര്യം ഇപ്പോൾ ട്രംപ് വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ട് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോപ്പർ ആണ് അടുത്ത ഓയിലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഗോൾഡ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ പോകുന്നത് കോപ്പർ ആണെന്നുള്ള വിലയിരുത്തലാണ്. അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് അമേരിക്കയിൽ മൈനിങ് സെക്ടറിൽ ട്രംപും അതോടൊപ്പം തന്നെ അമേരിക്കൻ ഗവൺമെൻറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ കോപ്പർ മൈനുകൾക്കും ഗോൾഡ് മൈനുകൾക്കും മറ്റ് മെറ്റൽ മൈനുകൾക്കും ഒക്കെ
വലിയ രീതിയിലുള്ള വളരെ ഫാസ്റ്റ് ട്രാക്കായിട്ടുള്ള സപ്പോർട്ടും അപ്രൂവലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ പൊതുവെ കമോഡിറ്റികൾ, പ്രത്യേകിച്ച് ഗോൾഡ്, കോപ്പറിനൊക്കെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഈ കമോഡിറ്റികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാ ഇൻവെസ്റ്റേഴ്സും വാച്ച് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ട്രംപ് ജെറോം പവലിനെ മാറ്റും എന്നുള്ള ത്രെട്ടനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ പൊതുവെയുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് ജെറോം പവലിനെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കൻ മാർക്കറ്റിനെ അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും, അപ്പം $ന് ഇമ്പാക്റ്റ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഇമ്പാക്റ്റൊക്കെ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊന്നും തന്നെ കാര്യമായിട്ട് രീതിയിൽ വരാൻ പോകുന്നില്ല. മറിച്ച് ഒരുപക്ഷെ അമേരിക്കൻ മാർക്കറ്റിലൊക്കെ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ വന്നേക്കാം. അതോടൊപ്പം തന്നെ US പ്രസിഡന്റ് ട്രംപ് പറയുന്നുണ്ട് ചൈനയുടെ സാങ്ഷൻസ് ഇളവ് വരുത്തും, പ്രൊവൈഡഡ് ദാറ്റ് റഷ്യയുടെ സാങ്ഷൻസിൽ ഇളവ് വരുത്തും യുക്രൈനായിട്ടുള്ള യുദ്ധം നിർത്തുകയാണെങ്കിൽ. ഇതൊക്കെ അദ്ദേഹം ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോ ദിവസവും അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അമേരിക്ക എന്ത് തരത്തിലുള്ള താരിഫ് അനൗൺസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാലും ചൈന അതിന് കീഴടങ്ങാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ചൈനയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ചൈനീസ് ഗവൺമെൻറ്, ചൈനീസ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോടൊക്കെ വലിയ രീതിയിൽ ചൈനീസ് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം താരിഫിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ചൈനീസ് കമ്പനികൾക്ക് ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള ഹെൽപ്പുകളും തന്നെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് വാർ ഒരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടെക്സ്റ്റൈൽ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച്, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അമേരിക്കയിലത്തെ കോട്ടൺ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെ ഹൈ പ്രൊഡക്ഷനാണ്. ഇന്ത്യയുടെ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ഷോർട്ടേജാണ്. നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്യാണ് കോട്ടൺ നോക്കുകയാണെങ്കിൽ. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് നമ്മൾ കോട്ടണിൽ, ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് വീണ്ടും കൂടും. അമേരിക്കയുടെ എക്സ്പോർട്ട് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് വലിയ രീതിയിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ കൂടിയിട്ടുണ്ട്, അടുത്ത വർഷങ്ങളിലും കൂടുന്നതാണ് പറയുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികളെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഗ്ലോബലി കോട്ടൺ പ്രൈസ് താഴെയാണ്, ഏറ്റവും കുറവ് ഇപ്പോൾ അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കോട്ടൺ ഇമ്പോർട്ട് നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനികളെ സംബന്ധിച്ചും ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ നമ്മുടെ കോർപ്പറേറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ന്യൂക്ലിയർ പവറിന് വലിയ ത്രസ്റ്റാണ് കൊടുത്തിരുന്നത്. അതിനനുസരിച്ച് തന്നെ ബിഗ് കോർപ്പറേറ്റുകൾ, പ്രത്യേകിച്ച് LNT, അതുപോലെ തന്നെ റിലയൻസ്, അഡാനി, JSW ഗ്രൂപ്പ്, വേദാന്ത, ഈ കമ്പനികളൊക്കെ വലിയ പ്ലാനുകളായിട്ടാണ് ന്യൂക്ലിയർ പവർ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. LNT ഓൾറെഡി ഈ ഫീൽഡിലുള്ളൊരു കമ്പനിയാണ്, വലിയ രീതിയിലുള്ള പ്ലാനുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന LNTക്കാണ്. ഒപ്പം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന NCC, HCC പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് ഫ്ലോസ് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ വാച്ച് ചെയ്യുക. കാരണം സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് മാർക്കറ്റിൽ പല കമ്പനികൾക്കും പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഫണ്ട് മാനേജേഴ്സ് ഇപ്പോൾ ഇന്ത്യനെ വീണ്ടും ഒരു സേഫ് ഹാൻഡ് മാർക്കറ്റായിട്ട് മാറ്റിയിരിക്കുകയാണ്. 2 മാസം മുമ്പ് ഇതല്ലായിരുന്നു സ്ഥിതി. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ത്യനെ അവർ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും സ്ട്രോങ്ങും അതുപോലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മാർക്കറ്റ് എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഒപ്പം ഇന്ത്യയിൽ അതുപോലെ തന്നെ ചൈനയിലൊക്കെ താരിഫ് ഇമ്പാക്റ്റിനെ മറികടക്കാനായിട്ട് ഗവൺമെൻറ്റുകൾ സ്റ്റിമുലസ് അനൗൺസ് ചെയ്യും. അത് ഇന്ത്യയിലത്തെ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നുള്ള വിലയിരുത്തലും കൂടി അവർ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ്, നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ABB ഇന്ത്യ ലിമിറ്റഡ് അവർ ഗ്ലോബലി അവരുടെ
റോബോട്ടിക് ഡിവിഷൻ ഡീമർജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിലും ആ ഡിവിഷൻ ഡീമർജ് ചെയ്യും. അടുത്ത വർഷം 2026 ക്വാർട്ടർ ടൂവിൽ ഡീമർജ് ചെയ്യുന്നതാണ് പറയുന്നത്. വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ് ABB ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച്. കാരണം ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്, ഇൻഡസ്ട്രിയൽ റോബോട്ട് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ABB. അപ്പോൾ അവരുടെ റോബോട്ടിക് ഡിവിഷൻ ഡീമർജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഷെയർ കിട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ വാല്യുവേഷൻ വിൽ ബി മച്ച് ഹയർ ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഡീമർജർ ഗെയിൻ കിട്ടാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കമ്പനിയാണ്, സ്റ്റോക്കാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്ക് കൂടിയാണ് ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. ഈ കമ്പനിയുടെ ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ കമ്പനിയിൽ പ്രൊമോട്ടർ സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർ എൻഡ് ചെയ്യുമ്പോൾ 72.67%. ബിൽഡിംഗ് എക്കണോമി റിലേറ്റഡ് അല്ലെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന എക്സിസ്റ്റിംഗ് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. 1:1 ബോണസിന് ശേഷമുള്ള റേറ്റാണ് ഇപ്പോൾ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡാനി പോർട്ട് 2011 അഡാനി ആബട്ട് പോർട്ട് ഹോൾഡിങ്സ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനീനെ അക്വയർ ചെയ്തിരുന്നു. അതിനുശേഷം അഡാനി ഫാമിലി അഡാനി പോർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. വീണ്ടും അഡാനി പോർട്ടിന് തന്നെ ഈ പോർട്ട് ടെർമിനൽ തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അഡാനി പോർട്ടിനെ സംബന്ധിച്ച് ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ 4 പോർട്ടുകളും ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 15 പോർട്ടുകളും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 19 പോർട്ടുകളുള്ള ലോകത്തിലെ ഏക കോർപ്പറേറ്റാണ് അഡാനി പോർട്ട്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസാണ് അഡാനി പോർട്ടിനെ സംബന്ധിച്ച്. ഇത് ഇപ്പോൾ ലോങ് റണ്ണിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തതോട് കൂടിയിട്ട് തന്നെ വീണ്ടും വലിയ രീതിയിലുള്ള ആക്ഷനൊക്കെ അഡാനി പോർട്ടിൽ കാണാം. അപ്പോൾ ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്കും കൂടിയാണ് അഡാനി പോർട്ട്. അതോടൊപ്പം തന്നെ NSE SME സെഗ്മെൻറ്റിലുള്ളൊരു കമ്പനിയാണ് ഐസ് മേക്ക് റെഫ്രിജറേഷൻ ലിമിറ്റഡ്. അവർ തമിഴ്നാട്ടിലും കൂടി ഒരു പ്ലാന്റ് തുടങ്ങുകയാണ്. ഒപ്പം 2 പുതിയ പ്രൊഡക്റ്റ് ലൈനും കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജർമ്മൻ ബേസ്ഡ് എക്യുപ്മെൻ്റ് ആണ്, വളരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനാണ്. കോൾഡ് റൂമുകൾ, ഫ്രീസറുകൾ, റെഫ്രിജറേഷൻ സിസ്റ്റംസ്, ചില്ലിങ് പ്ലാന്റുകളൊക്കെയാണ് ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളും സ്പെഷ്യാലിറ്റിയും. തീർച്ചയായിട്ടും ഈ കമ്പനിയും വളരെ പ്രോമിസിങ് ആണ്. ഈ മാർക്കറ്റ് ഫാളിൽ ഒന്നും തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാത്തൊരു കമ്പനി കൂടിയാണ് ഐസ് മേക്ക് റെഫ്രിജറേഷൻ ലിമിറ്റഡ്. ലോങ് റണ്ണിൽ ഒരുപക്ഷെ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഗെയിൻ നൽകാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. അഡാനി എൻ്റർപ്രൈസസ് വീണ്ടും $1.2 ബില്യൺ വർത്ത് ബോണ്ടുകൾ അമേരിക്കയിൽ ഫ്ലോട്ട് ചെയ്യാൻ പോവാണ്. ട്രംപ് തീർച്ചയായിട്ടും അഡാനിക്കെതിരായിട്ടുള്ള അതുപോലെ തന്നെ മറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് അഗൻസ്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റുകൾക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ കേസുകളും വിഡ്രോ ചെയ്യാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അഡാനി എൻ്റർപ്രൈസസ് വലിയ രീതിയിലുള്ളൊരു ബോണ്ട് കളക്ഷനൊക്കെ നടത്തിയിരുന്നു. തീർച്ചയായിട്ടും ഈ ന്യൂസും അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നവി മുംബൈ എയർപോർട്ടിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയാണ് ജൂണിലാണ് നവി മുംബൈ എയർപോർട്ട് ഇനാഗ്രേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂസ് പൊതുവെ അഡാനി ഗ്രൂപ്പിന് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം നമ്മൾ മെർജർ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM, ക്വാളിറ്റി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ്, കിംസ് ഈ മെർജർ ഇഫക്റ്റീവ് ആവുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ ചെയിനായിട്ട് മാറുകയാണ്. 38 ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ എക്സ്പാൻഷൻ കഴിയുമ്പോൾ നമ്മൾ 13,300 ബെഡുകൾ ഉണ്ടാവും. 27 സിറ്റികളിൽ പ്രസൻസ് ഉണ്ടാവും. കൂടുതൽ സിറ്റികളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ഗ്രൂപ്പായിട്ട് മാറുകയാണ്. ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എന്നുള്ള ബ്രാൻഡിലാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആസ്റ്ററിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. മാസങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന മെർജറാണ്. ഇനിയും ഒരുപക്ഷെ മാസങ്ങളെടുത്തേക്കാം. പക്ഷെ ലോങ് റണ്ണിൽ ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഈ സ്റ്റോക്കും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോങ് റണ്ണിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്.
ഇനി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പല കമ്പനികളും Q4 റിസൾട്ടുകളും ആനുവൽ റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്തിരുന്നു. വിപ്ര അനൗൺസ് ചെയ്തിരുന്നു, ഇൻഫോസിസ് അനൗൺസ് ചെയ്തിരുന്നു, TCS അനൗൺസ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ ICICI ബാങ്ക്, യെസ് ബാങ്ക്, HDFC ബാങ്ക് ഒക്കെ അനൗൺസ് ചെയ്തിരുന്നു. ബാങ്കിങ് റിസൾട്ടുകൾ വളരെ പ്രോമിസിങ് ആണ്, ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം ടെക്നോളജി റിസൾട്ടുകൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു വീക്ക് റിസൾട്ടുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ടെമ്പററി നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ലോങ് റണ്ണിൽ നമ്മുടെ ടെക് കമ്പനികൾ വളരെ പ്രോമിസിങ് ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. TCS ആയാലും വിപ്രോ ആയാലും ഇൻഫോസിസ് ആയി കഴിഞ്ഞാലും ഒരുപക്ഷെ റിസൾട്ടിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വന്നേക്കാം. അതിനുശേഷം ഈ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഒപ്പം നമ്മുടെ PSU ബാങ്കുകളുണ്ട്, SBI ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്, കനറ ബാങ്ക് ഉണ്ട്, PNB ഉണ്ട്, ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ഒപ്പം ഫെഡറൽ ബാങ്ക് ഒരുപക്ഷെ ഭാവിയിലൊരു ടേക്ക് ഓവർ കാൻഡിഡേറ്റും കൂടിയാണ് ഫെഡറൽ ബാങ്ക്. ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ റിസൾട്ടുകളും എക്സ്പെക്റ്റേഷനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തൃശ്ശൂർ എന്നുള്ള ഇസാഫ് ബാങ്ക് വേഴ്സ്റ്റ് സീംസ് ഓവറാണ്. ഇസാഫ് ബാങ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ IPO 60 വന്നതിന് ശേഷം വലിയ ഫാളാണ് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വേഴ്സ്റ്റ് സീംസ് ഓവറാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് ഒരു പക്ഷേ കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്നൊരു സ്റ്റോക്കായിരുന്നു റോട്ടോ പമ്പ്സ്. P റേഞ്ച് പമ്പുകൾ എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റും കൂടി അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് പമ്പുകൾ എന്നാണ് ഇതിന് പറയുക. ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. എക്സിസ്റ്റിംഗ് ടെക്നോളജിയേക്കാളും ബെറ്റർ ടെക്നോളജിയാണ്. ഗ്ലോബലി വലിയ ബിസിനസ് ഈ കമ്പനിക്ക് നേടിക്കൊടുക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ ന്യൂസും ഈ കമ്പനീനെ സംബന്ധിച്ച്, റോട്ടോ പമ്പ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രോമിസിങ്ങും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നോവേഷനിൽ, ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്നോവേഷനിൽ മുന്നിട്ട് നിൽക്കുന്ന മാനുഫാക്ചറിങ് കമ്പനിയാണ് ബജാജ് ഓട്ടോ. ഇനി 3 വീലർ EVയും കൂടി അവർ, അതായത് 3 വീലർ ഇലക്ട്രിക് വെഹിക്കിളും കൂടി അവർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ 2 വീലർ എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ 13.3% ഇൻക്രീസ് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇന്നോവേഷൻസിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ EV ചേതക്, ബജാജ് ചേതക് EV ആണ് ടോപ്പ് സെല്ലിംഗ് EV സ്കൂട്ടറായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ബജാജ് ഓട്ടോ ലോങ് റണ്ണിലേക്ക് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പിക്കാണ്. ഒപ്പം ബജാജ് ഫിൻസർവ് ഉണ്ട്, ബജാജ് ഫിനാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ NBFC രംഗത്തുള്ള പുനാവാല ഫിൻകോർപ്പ് ഒരു എമർജിങ് സ്റ്റാറാണ്. 400 ബ്രാഞ്ചുകളാണ് ഗോൾഡ് ലോണിന് വേണ്ടി മാത്രം ഇവർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എമർജിങ് NBFC സ്റ്റാറാണ് പുനാവാല ഫിൻകോർപ്പ്. ഓട്ടോമൊബൈൽ രംഗത്ത്, ഓട്ടോ ആൻസിലറി രംഗത്ത്, പ്രത്യേകിച്ച് EV ആൻസിലറി രംഗത്തുള്ള ധാരാളം കമ്പനികളുണ്ട്. ഉണോമിൻഡി ഉണ്ട്, എൻഡുറൻസ് ടെക്നോളജീസ് ഉണ്ട്. അപ്പം ഡൊമസ്റ്റിക് മെറ്റീരിയലുകൾ കൊണ്ട് മാത്രം ഇമ്പോർട്ടിന് ഡിപ്പെൻഡ് ചെയ്യാത്തൊരു കമ്പനിയാണ് കൈനറ്റിക് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. ഈ കമ്പനികളൊക്കെ ലോങ് റണ്ണിൽ പോസിറ്റീവ്ലി ഇമ്പാക്റ്റഡ് ആവാനാണ് ചാൻസസ് കൂടുതൽ. EV രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്ലാനുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡേയ്സാണ് ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ മുന്നിലുള്ളത്. ഇനി ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ച് വീണ്ടും Q4 റിസൾട്ടുകൾ നാളെ മുതൽ തുടങ്ങുകയാണ്. റിസൾട്ടുകൾക്കനുസരിച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രിവൺ എക്കണോമിയാണ്. താരിഫിൻ്റെ ഒരു കോലാഹലങ്ങളൊക്കെ കെട്ടടങ്ങി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് താരിഫ് വിഡ്രോവലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന അമേരിക്കൻ കൺസ്യൂമേഴ്സിനെയും അമേരിക്കൻ കമ്പനികളെയും തന്നെയാണ്. അതുപോലെ തന്നെ അമേരിക്കയിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ 79-80% ഇൻവെസ്റ്റ്മെൻറ്റും സ്റ്റോക്ക് മാർക്കറ്റിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡിസിഷൻസ് ഒന്നും തന്നെ ട്രംപ് ഇംപ്ലിമെൻ്റ് ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് താരിഫ് റിലേറ്റഡ് വൊളാറ്റിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു സേഫ് വിക്കറ്റിലാണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ് വീണ്ടും
വീണ്ടും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഈ ആഴ്ച ഒരു പക്ഷേ നിഫ്റ്റി 24,400 24,200 ലെവലിലേക്കൊക്കെ മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വീണ്ടും വലിയ രീതിയിലുള്ളൊരു അപ്പോഴും മൊമെൻ്റാണ് വരുന്നതെങ്കിൽ 24,800 വരെയൊക്കെ നിഫ്റ്റി ഈ ആഴ്ചയിൽ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പോഡ്കാസ്റ്റിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഏപ്രിൽ എൻഡോട് കൂട്ടിയിട്ട് 24,800 നിഫ്റ്റി മുന്നേറിയേക്കാം എന്നുള്ള കാര്യം. അത്തരത്തിലുള്ളൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മുടെ SIP ഡാറ്റയൊക്കെ വന്നിരുന്നു. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയിലൊന്നും വന്നിട്ടില്ല മാർച്ചിൽ. ഏപ്രിലും അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും വരാൻ സാധ്യതയില്ല. ഒപ്പം നമ്മളെല്ലാവരും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്. അതോടൊപ്പം തന്നെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കാം. ലോങ് റണ്ണിൽ ഇന്ത്യൻ മാർക്കറ്റ് 2025 ഡിസംബറോടുകൂടി അല്ലെങ്കിൽ 2026 മാർച്ച് 31 കൂട്ടി നമ്മൾ വീണ്ടും നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിൽ ഈ വീക്ക്ലി പോഡ്കാസ്റ്റിൽ കൂടെ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. വളരെ നല്ല ഒരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.